യാത്ര ചെയ്യുന്നത് പ്രായമാകുന്നത് മന്ദഗതിയിലാക്കാൻ സഹായിക്കും എന്ന് പറയുന്നത് വളരെ ശരിയാണ് എന്ന് തോന്നും ഓരോ യാത്രകൾ കഴിയുമ്പോഴും. അതും ഒരേ മനസ്സുള്ളവർക്കൊപ്പമാണ് എങ്കിൽ പറയുകയും വേണ്ട. ഹീലിലെ അംഗങ്ങളുമായുള്ള ഒത്തുചേരലുകൾ കഴിയുമ്പോൾ മനസ്സിനും ശരീരത്തിനും പുതിയ ഉണർവാണ് ഉണ്ടാവുക. ഹീൽ മെമ്പറായ ഷീല ടീച്ചറിൻ്റെയും ബേബി സാറിൻ്റെയും മോൻ്റെ കല്യാണത്തിനാണ് ഇത്തവണ അംഗങ്ങൾ ആലപ്പുഴയിൽ ഒത്തുകൂടിയത്. ഹീലിൻ്റെ ആദ്യത്തെ ഒത്തുചേരലും ആലപ്പുഴയിൽ ആയിരുന്നു, അവിടെ ഒരു ഹൗസ് ബോട്ടിൽ. ഇത്തവണയും ആലപ്പുഴയിൽ എത്തിയ അംഗങ്ങൾ കല്യാണം കൂടിയ ശേഷം അടുത്ത ദിവസം ഒരു ഹൗസ് ബോട്ട് യാത്ര കൂടി പ്ലാൻ ചെയ്തിരുന്നു. കല്യാണത്തിന് കൂടാൻ കഴിയാത്തവർ അടുത്ത ദിവസത്തെ ബോട്ട് യാത്രയിൽ പങ്കെടുത്തു. കാറിലും ട്രെയിനിലും ഒക്കെയായി കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ളവർ ഉച്ചയോടെ അവിടെ എത്തിച്ചേർന്നു. ബീച്ചിനടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു എല്ലാ പേരുടെയും താമസം. കുറേ പേർ അവിടെ എത്തി ഫ്രഷ് ആയതിനു ശേഷം മണ്ണാറശാല, അമ്പലപ്പുഴ തുടങ്ങിയ ചില ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. ഒപ്പം അവിടെയുള്ള ചില മെമ്പേഴ്സിൻ്റെ വീടുകളിലും കയറി. മറ്റുള്ളവർ കുറേ നേരം കൂടി ഹോട്ടൽ മുറിയിൽ ചിലവഴിച്ചു. കല്യാണ റിസപ്ഷനെത്തിയ പാട്ടുകാരായ അംഗങ്ങളുടെ പാട്ടുകൾ എല്ലാ പേരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഹോട്ടലിൽ തിരിച്ചെത്തിയ ശേഷം ഡോക്ടർ എം.വി. പ്രസാദിൻ്റെ നേതൃത്വത്തിൽ പാട്ടുപാടിയും മറ്റും കുറേ നേരം ചിലവഴിച്ചു. അടുത്ത ദിവസം രാവിലെ ബീച്ചിലെത്തിയ കുറേ പേർ അവിടെ നിന്നും സൂംബ ചെയ്തു. ഇത് കണ്ടു നിന്ന ചില വള്ളക്കാർ അവരുടെ ഫിഷിംഗ് ബോട്ട് കടലിലേക്ക് തള്ളിക്കൊടുക്കാൻ പറഞ്ഞതും ഉത്സാഹത്തോടെ അവരുടെ ഒപ്പം കൂടി. അതിനുശേഷം കുറേ നേരം കടലിൽ കളിച്ചും മറ്റും നിന്നു. പ്രായം എന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് എന്ന് തോന്നി എല്ലാവർക്കും. പത്ത് മണിയോടെ എല്ലാവരും ബോട്ട് ജെട്ടിയിലേക്ക് പോയി. കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാതിരുന്ന കുറേ പേർ നേരത്തെ തന്നെ ജെട്ടിയിൽ എത്തിയിരുന്നു. അപ്പൊ തമ്മിൽ എല്ലാവരും പരിചയം പോകുമ്പോഴേക്കും കുറെ ആൾക്കാർക്ക് വിട്ടു മാറി നിൽക്കുന്നുണ്ട്. പതുക്കെ അങ്ങോട്ട് ഇൻവോൾവ് ആയിക്കോളണം. എല്ലാവർക്കും എനിക്കറിയില്ല, എല്ലാവർക്കും തിരിച്ചറിയാൻ അറിയില്ല. ഓക്കെ, സോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എത്തിച്ചേർന്ന എല്ലാ ജില്ലകളിൽ നിന്നും എനിക്ക് തോന്നുന്നു എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഹീൽ ലയൺ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വളരെ നന്ദി. ഇന്നലെ ഈ പരിപാടി വളരെ വിജയകരമായി ഞങ്ങൾ ഇത്രയും
പ്രതീക്ഷിച്ചില്ല. എന്നാലും വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് ദിവസത്തെ ഒരു പ്രയത്നമായിരുന്നു. ബോട്ടിൽ ചില ഔപചാരിക പരിപാടികൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പാട്ടുപാടിയും മറ്റും ഇരുന്നു. ജീവരാഗം നീലവാനിലലിയുന്നു രാഗമേഘം. ഇതിനിടെ ചില സ്പീഡ് ബോട്ടുകാർ ഒപ്പം കൂടി അതിൽ കയറാൻ താല്പര്യമുള്ളവരെ അതിൽ കയറ്റി കുറേ ദൂരം കൊണ്ടുപോയി. ആദ്യം എല്ലാവരും ഒന്ന് മടിച്ചുവെങ്കിലും പിന്നീട് മിക്കവാറും പേർ അതിൽ ഒരു കറക്കം കറങ്ങി മടങ്ങി വന്നു. വിഭവസമൃദ്ധമായ ഉച്ചയൂണിന് ശേഷവും വീണ്ടും കളികളും പാട്ടും തുടർന്നു. വൈകിട്ട് 5 മണിയോടെ ബോട്ട് തിരികെ ജെട്ടിയിലെത്തി. പിരിയുന്നതിന് മുന്നേ എല്ലാവരും കൂടിയിരുന്ന് ഫോട്ടോ എടുക്കാനും മറന്നില്ല. വീണ്ടും ഒത്തുകൂടുമ്പോൾ കാണാം എന്ന് പറഞ്ഞു പിരിഞ്ഞു. എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നു ഈ യാത്രയും. നന്ദി, നമസ്കാരം.